ഹലോ, ഇന്നത്തെ കഥയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ കല്യാണി മാഗ്നയും കൂട്ടിക്കൊണ്ട് മാഗ്നയുടെ അർജുൻ്റെ വീട്ടിലേക്കാണ് വന്നിട്ടുള്ളത്. അപ്പോൾ ആ സമയത്ത് അവരവരുടെ പ്രാരാബ്ദവും കഷ്ടപ്പാടും ഒക്കെ പറയാണ്. ഇവിടുന്ന് ഇറക്കി വിട്ടിട്ടുണ്ടായിരുന്നെങ്കിലും അർജുൻ വല്ലപ്പോഴും വഴിയിൽ വെച്ച് കാണുമ്പോൾ എൻ്റെ മക്കളുടെയും കയ്യിലൊക്കെ എന്തെങ്കിലുമൊക്കെ വെച്ച് തരുമായിരുന്നു. അതൊക്കെ കൊണ്ടാണ് തട്ടിയും മുട്ടിയും പോയിക്കൊണ്ടിരുന്നത്. ഇനി ആ വരുമാനവും നിലച്ചു. ആ സമയത്ത് വയറ്റിലൊരു കുഞ്ഞിനെ വെച്ചുകൊണ്ട് ഇവളിവിടെ വന്നാൽ ഞങ്ങൾ എങ്ങനെയാണ് മോളെ ഇവളെ നോക്കേണ്ടത് എന്ന് കല്യാണിയോടാണ് അവർ ചോദിക്കുന്നത്. കല്യാണിക്ക് അതിനൊന്നും ഒരു ഉത്തരമില്ല. കാരണം അവരുടെ ആ ഒരു അവസ്ഥ കല്യാണിയും കാണുന്നുണ്ടായിരുന്നു. ജീവിക്കാൻ പോലും ബുദ്ധിമുട്ടുന്ന ആ ഒരു അവസ്ഥയിൽ ഇങ്ങനെ ഒരു ഗർഭിണിയായ പെൺകുട്ടിയെ കൂടി നോക്കാൻ അവർക്ക് പറ്റില്ല എന്നുള്ളത് കല്യാണിക്കും ബോധ്യമായതാണ്. അപ്പോൾ ആ അമ്മ അങ്ങനെ ചോദിക്കുന്ന സമയത്ത് കല്യാണി പറയുന്നുണ്ട്, എനിക്ക് മനസ്സിലായി അമ്മേ, ഇനി മാഗ്നയുടെയും കുഞ്ഞിൻ്റെയും കാര്യം ഞാൻ നോക്കിക്കോളാം. അതൊക്കെ കേൾക്കുമ്പോൾ മാഗ്നയും പൊട്ടിക്കരയാണ്. അതുപോലെ തന്നെ ആ അമ്മയെ സങ്കടം കൊണ്ട് കരയാണ്, നിവൃത്തിയില്ലാത്തത് കൊണ്ടാണല്ലോ എന്ന് വിചാരിച്ചിട്ട്. അപ്പം കല്യാണി പറയുന്നുണ്ട്, അത്രയ്ക്ക് ഞങ്ങൾക്കൊക്കെ മാഗ്നയോടും മാഗ്നയുടെ ഭർത്താവിനോടും കടപ്പാടുണ്ട്. അതിനുശേഷം കല്യാണി അവളുടെ ബാഗ് തുറന്നിട്ട് കുറച്ച് പണം എടുത്തിട്ട് അമ്മയുടെ കയ്യിൽ വെച്ച് കൊടുക്കുകയാണ്. എന്നിട്ട് പറയുന്നുണ്ട്, ഞാൻ മാഗ്നയുടെ കയ്യിൽ നിന്ന് നമ്പർ വാങ്ങിക്കോളാം, എന്ത് സഹായം വേണമെങ്കിലും ഒന്ന് വിളിച്ചാൽ മതി. അമ്മ കരഞ്ഞുകൊണ്ട് തന്നെ തലയാട്ടുന്നുണ്ട്. അതിനുശേഷം അവർ ഭർത്താവിനോടായിട്ട് പറയുകയാണ്, മനസ്സിലായില്ലേ, അർജുൻ്റെ ഭാര്യ മാഗ്ന മോള ഇത്. അപ്പം അയാൾക്ക് ഒരു സ്ഥലകാല ബോധമില്ലാത്ത പോലെയാണ് ഇരിക്കുന്നതൊക്കെ. അപ്പം അയാൾ ചോദിക്കുന്നുണ്ട്, മോനെ എങ്ങനെയാ മരിച്ചേ, ആരാ കൊന്നേ? അപ്പം അത് കേട്ടപ്പോൾ മാഗ്ന വീണ്ടും പൊട്ടി പൊട്ടി കരയാണ്. അതുപോലെ തന്നെ അർജുൻ്റെ അമ്മയും. അവരുടെ ആ ഒരു അവസ്ഥ കാണുന്ന സമയത്ത് കല്യാണിയും ഷോക്കായ പോലെയാണ് നിൽക്കുന്നത്. കാരണം ഒരു കുടുംബത്തിൻ്റെ തകർന്ന അവസ്ഥയ്ക്ക് കാരണം ഞങ്ങളാണോ എന്ന് പോലും ചിന്തിച്ചു പോകുന്നുണ്ട്. അതിനൊപ്പം തന്നെ അന്ന് അർജുനെ കൊല്ലുന്ന രംഗം, അതായത് ഒരു വാളുകൊണ്ട് വീശുന്ന രംഗം കല്യാണിയുടെ മനസ്സിലേക്ക് വരികയാണ്. കല്യാണി മനസ്സിൽ വിചാരിക്കുന്നുണ്ട്, ആള് മാറി വെട്ടിയപ്പോൾ പാവപ്പെട്ടൊരു പയ്യനും കുടുംബവും അനാഥായത്. അപ്പോൾ കരഞ്ഞുകൊണ്ട് മാഗ്ന അമ്മയോട് പറയുന്നുണ്ട്, എന്തിനു വേണ്ടിയാ ചെയ്തതെന്ന് അറിയില്ല, കൊലയാളികളെ ഇതുവരെ കണ്ടെത്തിയിട്ടില്ല. അപ്പോൾ ആ അമ്മയും കരഞ്ഞുകൊണ്ട് പറയാണ്, അവരാരായാലും ശരി, അവരൊക്കെ ഈ ഭൂമിയിൽ നിന്ന് നരകിച്ചിട്ടേ ചാവുള്ളൂ. എൻ്റെ മോൻ്റെ ആത്മാവ് അവരെ ഒന്നും വെറുതെ വിടില്ല. അവരുടെ രണ്ടുപേരുടെ ആ കരച്ചിൽ കാണുമ്പോൾ കല്യാണി സ്വയം പാടുപെടുകയാണ് കണ്ണീരടക്കാൻ വേണ്ടിയിട്ട്. അതിനുശേഷം അമ്മയോട് ചോദിക്കുന്നുണ്ട്, എന്നാൽ ഞങ്ങൾ പൊയ്ക്കോട്ടെ. അപ്പോൾ ആ അമ്മ മാഗ്നയോട് പറയാണ്, എന്നാലും മോളുടെ വയറ്റിൽ അവൻ്റെ ഒരു കുഞ്ഞുള്ളപ്പോഴാണല്ലോ അവനെ മോൾക്ക് നഷ്ടമായത്. അതുകൂടെ കേട്ടപ്പോൾ മാഗ്ന വീണ്ടും പൊട്ടി പൊട്ടി കരയാണ്. കൂടുതൽ അവിടെ നിർത്തണ്ടെന്ന് കരുതിയിട്ട് തന്നെ ആയിരിക്കണം കല്യാണി മാഗ്നയെ കൂട്ടിക്കൊണ്ട് അവിടുന്ന് പോവുകയാണ്. മാഗ്നയും കൂട്ടിക്കൊണ്ട് കല്യാണി നേരെ വന്നിട്ടുണ്ടായിരുന്നത് അവളുടെ വീട്ടിലേക്ക് തന്നെയാണ്. അപ്പം കിരണും അതുപോലെ തന്നെ സേനനും അവിടെ തന്നെ ഉണ്ടായിരുന്നു. അപ്പം കല്യാണി അവളെയും കൂട്ടി വന്നപ്പോൾ തന്നെ അവളിങ്ങനെ അവരെ രണ്ടുപേരെയും നോക്കി പതർച്ചയോടുകൂടി അവിടെ നിൽക്കുകയാണ്. അപ്പോൾ കല്യാണി പറഞ്ഞു കൊടുക്കുന്നുണ്ട്, ഇത് സ്വന്തം വീടായിട്ട് തന്നെ കാണണം, പിന്നെ എന്തിനാ ഇങ്ങനെ ഒരു പതർച്ച? കല്യാണി അങ്ങനെയൊക്കെ പറഞ്ഞെങ്കിലും മാഗ്നയ്ക്ക് വീണ്ടും അകത്തേക്ക് പോകാനൊരു മടിയുണ്ടായിരുന്നു. അങ്ങനെ കല്യാണി നിർബന്ധിച്ച് അകത്തേക്ക് കൂട്ടിക്കൊണ്ടുപോകണം. അപ്പോഴൊക്കെ മാഗ്ന കരഞ്ഞുകൊണ്ടേ ഇരിക്കുകയാണ്. അകത്തെത്തിയപ്പം കല്യാണി കിരണിനോടും അതുപോലെ തന്നെ സേനോടുമായിട്ട് പറയുന്നുണ്ട്, മാഗ്നയും കൂട്ടിക്കൊണ്ട് ഞാൻ ആദ്യം മാഗ്നയുടെ വീട്ടിലേക്ക് പോയി, പക്ഷെ അവർ കയറ്റിയില്ല. പിന്നെ അർജുൻ്റെ വീട്ടിലേക്ക് പോയപ്പോൾ അവിടെ ഒരാൾക്ക് കൂടി കഴിയാനുള്ള ഇടവുമില്ല. പിന്നെയാ ഞാൻ മാഗ്നയെ ഇങ്ങോട്ടേക്ക് കൂട്ടിക്കൊണ്ട് വന്നത്. അപ്പോൾ സേനൻ പറയുന്നുണ്ട്, അതെന്തുകൊണ്ടും നന്നായി. അപ്പോഴൊക്കെ മാഗ്ന പൊട്ടി പൊട്ടി കരയാണ്. അപ്പോൾ സേന മാഗ്നയോട് പറയുന്നുണ്ട്, മോൾക്കൊരു വീട് ഒത്തുവരുന്നത് വരെ ഇവിടെ താമസിക്കാലോ. അതല്ലെങ്കിൽ ഇവൻ്റെ അമ്മയുടെ ഒരു വീടുണ്ട്, അവിടെയും ആൾക്കാർ വളരെ കുറവാ, അവിടെ മോളെ കൊണ്ടുപോയി നിർത്താം. അപ്പം മാഗ്നയെ നോക്കുകയാണ് കല്യാണി. അപ്പോഴൊക്കെ ഒന്നും പറയാതെ മാഗ്ന കരഞ്ഞുകൊണ്ടേ ഇരിക്കുകയാണ്. കിരണും സമാധാനിപ്പിക്കുന്നുണ്ട്, മാഗ്ന ഒന്നുകൊണ്ടും പേടിക്കേണ്ട, ഇനിയുള്ള മാഗ്നയുടെ എല്ലാ കാര്യങ്ങളും ഞങ്ങൾ നോക്കിക്കോളാം. അവരെല്ലാവരും സമാധാനിപ്പിക്കുമ്പോഴും തിരിച്ചൊന്നും മറുപടി പറയാതെ മാഗ്ന കരഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ കിരൺ പറയുന്നുണ്ട്, ഒരിക്കലും സംഭവിക്കാൻ പാടില്ലാത്തതൊക്കെയാണ് സംഭവിച്ചത്, ഇനിയിപ്പോൾ അതേക്കുറിച്ചൊന്നും ഓർത്തിട്ട് കാര്യമില്ലല്ലോ. അപ്പോൾ ഒക്കെ മാഗ്ന കരയാണ് അർജുനെക്കുറിച്ച് ഓർത്തുകൊണ്ട്. അത് കണ്ടു നിൽക്കാനാവാത്ത കൊണ്ട് തന്നെ സേനൻ പറയുന്നുണ്ട്, കല്യാണി മാഗ്നയെ കൂട്ടിയിട്ട് അകത്തേക്ക് പോയേ. കരഞ്ഞുകൊണ്ടിരിക്കുന്ന മാഗ്നയെ കൂട്ടിയിട്ട് കല്യാണി അകത്തേക്ക് പോവുകയാണ്. അതിനുശേഷം സേനൻ കിരണിനോട് ചോദിക്കുന്നുണ്ട്, ഈ മാഗ്നയും അർജുനും സ്നേഹിച്ച് കല്യാണം കഴിച്ചതാണല്ലോ, അതുകൊണ്ടായിരിക്കും അവരെ വീട്ടിൽ കയറ്റാഞ്ഞത്. അതിനുശേഷം വീണ്ടും അകത്തേക്ക് നോക്കിക്കൊണ്ട് അയാൾ പറയുന്നുണ്ട്, എന്നാലും സ്വന്തം മോൾക്ക് ഇതുപോലൊരു ദുരന്തം ഉണ്ടാകുമ്പോൾ കിരണെ അവർ രണ്ട് കൈയും നീട്ടി മകളെ സ്വീകരിക്കുകയല്ലേ വേണ്ടത്? അപ്പോൾ കിരൺ പറയുന്നുണ്ട്, എല്ലാവരും ഒന്നുപോലെ അല്ലല്ലോ, പകയും പ്രതികാരമായിട്ട് നടക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. അവരൊരവസരത്തിന് വേണ്ടി കാത്തു നിൽക്കുക, അവർക്കൊരു പ്രതികാരം ചെയ്യാൻ. അപ്പം സേനൻ പറയുന്നുണ്ട്, ചിലപ്പോൾ ഇവിടെ നിൽക്കാൻ മാഗ്ന മോൾക്കൊരു പ്രയാസം കാണും, അതുകൊണ്ട് മാഗ്നയ്ക്ക് പറ്റിയൊരു വീട് നീ കണ്ടുപിടിക്കണം. അതുപോലെ നമ്മൾ നേരത്തെ സംസാരിച്ചതുപോലെ മോൾക്ക് കമ്പനിയിൽ ഒരു നല്ല ജോലിയും സംഘടിപ്പിച്ച് കൊടുക്ക്. അതൊക്കെ നിൻ്റെയും കല്യാണിയുടെയും ഉത്തരവാദിത്തമാണ്. കിരണൊന്നും സംസാരിക്കാതിരുന്നപ്പം സേനൻ പറയുന്നുണ്ട്, എടാ എല്ലാം കണ്ടറിഞ്ഞ് ചെയ്യ്, അതൊക്കെ എന്നോട് പറയേണ്ട കാര്യമില്ലല്ലോ അച്ഛാ. ഞാനും കല്യാണിയും മാഗ്നയെ ഏറ്റെടുത്തു കഴിഞ്ഞു. ആ മോളുടെ വയറ്റിലെ ഒരു കുഞ്ഞുണ്ട്, അതുകൊണ്ട് മാക്സിമം സന്തോഷം നിങ്ങൾ കൊടുക്കണം. ഭർത്താവിനെ നഷ്ടപ്പെട്ട പെൺകുട്ടിയോട് എന്തു പറഞ്ഞിട്ടും ഒരു കാര്യവുമില്ല.
എന്നാൽ നമ്മളെ കൊണ്ട് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളുണ്ടല്ലോ, അതൊക്കെ ചെയ്യ്. അതേസമയം രൂപയുടെ വീട്ടിൽ ഷാരി ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുകയാണ്. അപ്പോഴാണ് സരയു വിളിക്കുന്നത്. എന്തായി അമ്മേ? എല്ലാം ഞാൻ നോക്കിക്കൊണ്ടിരിക്കുക മോളെ. നമ്മൾ സംശയിക്കുന്നതൊക്കെ ശരിയായി വരുമെന്നാണ് തോന്നുന്നേ. അപ്പോൾ സരയു ദേഷ്യത്തോടെ പറയുന്നുണ്ട്, അങ്ങനെയാണെങ്കിൽ അവരെ ആക്ഷേപിച്ചിട്ട് ഇങ്ങോട്ട് പോരണം. അത് കഴിഞ്ഞ് ഇവിടെ ഒരാൾ വട്ടായി നടക്കുന്നുണ്ടല്ലോ, അങ്ങേരോട് പോയിട്ട് വിവരം പറയണം. എന്താണെന്ന് വെച്ചാൽ ചെയ്യട്ടെ. അച്ഛൻ ജയിലിൽ പോയാലും മരിച്ചാലും നമ്മളെ ചീറ്റ് ചെയ്തവർ സന്തോഷത്തോടെ ജീവിക്കാൻ പാടില്ല. ഒന്നും പറയാതെ രൂപ മകൾ പറയുന്നതൊക്കെ കേട്ട് നിൽക്കുകയാണ്. ഇപ്പോൾ സരയു പറയുന്നുണ്ട്, അതായത് അച്ഛനെ ബലി കൊടുത്തിട്ടായാലും ശരി, അവരുടെ മക്കൾക്കും മരുമക്കൾക്കും അതുപോലെ തന്നെ ഭർത്താവിനും ഒക്കെ തിരിച്ചടി കിട്ടണം. നമുക്ക് മനുവേട്ടനോടൊപ്പം അമേരിക്കയ്ക്ക് പോവാം. അച്ഛൻ ഇവിടെ കിടന്ന് നശിക്കട്ടെ. അല്ലാതെ സമനില തെറ്റിയ ആളെ കൊണ്ട് ഒരു പ്രയോജനവും ഇല്ലല്ലോ. സരയു പറയുന്ന മുഴുവൻ കേട്ടതിന് ശേഷം ഷാരിയും പറയുന്നുണ്ട്, ശരിയാ മോളെ, അതുതന്നെയാണ് ഞാനും മനസ്സിൽ കാണുന്നത്. എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഞാൻ അപ്പം തന്നെ അറിയിക്കാം. ശരി അമ്മേ. സരയു കോള് കട്ട് ചെയ്തതിന് ശേഷം മനോഹർ അവിടേക്ക് വരുന്നുണ്ട്. എന്തായി കാര്യങ്ങൾ? ഒന്നും ആയിട്ടില്ല. സരയു ദേഷ്യത്തോടെ പറയാണ്, എൻ്റെ മോളു ഞാൻ ഇവിടെ വന്ന സമയത്ത് എപ്പോഴും മോളുടെ ആൻറ്റി ജനൽ തുറന്നിട്ട് അയലത്തെ വീട്ടിലേക്ക് നോക്കുന്നത് കണ്ടിട്ടുണ്ട്. അപ്പോൾ സരയു ഞെട്ടിയിട്ട് നോക്കുകയാണ്. ഇത് കുറച്ച് മാസങ്ങൾക്ക് മുമ്പുള്ള കാര്യമാണ്. അന്ന് തൊട്ടേ എനിക്കറിയാം മോളുടെ ആൻറ്റിക്ക് അവരോടൊക്കെ വലിയ സ്നേഹമാണ്. അപ്പോൾ സരയു ചോദിക്കുന്നുണ്ട്, എന്നിട്ട് മനുവേട്ടൻ ഇതൊന്നും ഞങ്ങളോട് പറഞ്ഞിട്ടില്ലല്ലോ. പറഞ്ഞാലും നിങ്ങൾ വിശ്വസിക്കില്ല. അതുപോലെ തന്നെ മോളുടെ ആൻറ്റി മറുകണ്ഠം ചാടി എന്ന് പറഞ്ഞാൽ അതൊരിക്കലും മോൾക്ക് സഹിക്കില്ല. ഇപ്പോൾ നമ്മുടെ കുഞ്ഞ് മോളുടെ വയറ്റിലുള്ളത് കൊണ്ട് മോൾക്ക് ഇത്തരം ഷോക്കൊന്നും തരാൻ പാടില്ല. അതുകൊണ്ടാണ് ഞാൻ പറയാതിരുന്നത്. അപ്പോൾ സരയു ദേഷ്യത്തോട് പറയുന്നുണ്ട്, ഇപ്പോഴും എൻ്റെ വിശ്വാസം ആൻറ്റി ഈ കാണിക്കുന്നതൊക്കെ വെറും നാടകമാണെന്നാ. എന്തൊക്കെ പറഞ്ഞാലും ചന്ദ്രസേനനെ ആൻറ്റിക്ക് അംഗീകരിക്കാൻ പറ്റില്ല. അയാൾ അതുപോലുള്ള തെറ്റുകൾ ആൻറ്റിയോട് ചെയ്തിരിക്കുന്നേ. അപ്പം മനോഹർ ചോദിക്കുന്നുണ്ട്, അതൊക്കെ ശരിയായിരിക്കോ മോളു? ശരിയല്ലാതെ പിന്നെ? ആൻറ്റി പലതും നേരിട്ട് കണ്ടിട്ടുള്ളതാ, അനുഭവിച്ചിട്ടുള്ളതാ. ഇപ്പോൾ പിന്നെ മക്കളും അയലത്തൊരു മന്ത്രവാദിനിയുണ്ടല്ലോ, ദൈവങ്ങളെ കൂട്ടുപിടിച്ച് എന്തു സാധിക്കുന്ന ഒരുത്തി. അവളും കൂടെ ചേർന്നാ പലതും ഒപ്പിക്കുന്നേ. ഇനിയിപ്പോൾ ചന്ദ്രസേനനും ആൻറ്റി ഒരുമിച്ചെങ്കിലും അതിനൊക്കെ കാരണക്കാരായതും അവരൊക്കെ തന്നെ ആയിരിക്കും. അങ്ങനെയെങ്കിൽ ആൻറ്റിയുടെ ബാക്കിയുള്ള സ്വത്തുക്കൾ ഇനി പ്രതീക്ഷിക്കണ്ട. അതുകൂടെ കേട്ടപ്പോൾ മനോഹറിന് ആകെ മൊത്തം കലി കയറുകയാണ്. പിന്നെ എന്തിനാ ഇവിടെ നിൽക്കുന്നതെന്നൊക്കെയുള്ളൊരു തോന്നലാണ്. അപ്പോൾ സരയു പറയുന്നുണ്ട്, അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഇവിടുന്ന് പോവാന്ന്. അതിനു വേണ്ടുന്ന ഒരുക്കങ്ങളൊക്കെ ഞാൻ നടത്തിയിട്ടുണ്ട്. എത്രയും പെട്ടെന്ന് ഈ നശിച്ച നാട്ടിൽ നിന്ന് യാത്ര പോകുന്നതാ നല്ലത്, മനോഹറും പറയുന്നുണ്ട്. അപ്പോൾ സരയു പറയാ, അതിന് ഞാൻ എപ്പോഴേ റെഡിയാ. അതിനു മുമ്പ് എൻ്റെ ആൻറ്റിയും ചതിച്ചതാണോന്ന് അറിയണം. അതിനു വേണ്ടിയാ ഞാൻ അമ്മയെ അവിടെ കൊണ്ട് നിർത്തിയിരിക്കുന്നത്. വളരെ പെട്ടെന്ന് തന്നെ അതറിയാൻ കഴിയുന്ന എൻ്റെ വിശ്വാസം. ഒരു പക പോലെയാണ് സരയു സംസാരിക്കുന്നത്. അതിനുശേഷം അവിടുന്ന് പോവുകയാണ്. സരയു പോയതിനു ശേഷം ഒരു കൗശല ചിരിയോടുകൂടി മനോഹർ വിചാരിക്കുന്നുണ്ട്, ഒരുവൾ വേരുറച്ചു കഴിഞ്ഞു, അടുത്ത ഇര. അതുകൊണ്ട് ആ കമ്പിലേക്ക് ചേക്കേറാനുള്ള സമയമായി. അതോടെ ഇവളുടെ അമേരിക്കയും തീരും, ജപ്പാനും തീരും. എന്നിട്ട് കൗശലത്തോടു കൂടി ചിരിക്കുകയാണ്. രൂപയുടെ വീട്ടിലേക്ക് വന്നതാണ് ചന്ദ്രസേനൻ. രൂപ വാതിൽ തുറന്നപ്പോൾ തന്നെ നിറഞ്ഞ പുഞ്ചിരിച്ചുകൊണ്ടാണ് പരസ്പരം നിൽക്കുന്ന രണ്ടുപേരും. അപ്പോഴാണ് സേനൻ്റെ കണ്ണ് നേരെ അവിടത്തേക്ക് വന്നിട്ടുണ്ടായിരുന്ന ഷാരിയിലേക്ക് പോകുന്നത്. അപ്പോഴേക്കും സേനൻ്റെ മുഖമൊക്കെ വലിഞ്ഞു മുറുകും. അപ്പോൾ അകത്തേക്ക് കയറുന്ന സമയത്ത് ഷാരി ഇങ്ങനെ പുഞ്ചിരിച്ചുകൊണ്ട് നിൽക്കുകയാണ്. അപ്പോൾ സേനൻ ചോദിക്കുന്നുണ്ട്, ഇവളിവിടെ ഉണ്ടായിരുന്നോ? അപ്പോൾ രൂപ വലിയ താല്പര്യമില്ലാത്ത മട്ട് പറയുന്നുണ്ട്, ഇപ്പോൾ വന്നതാ. സേന നോക്കുന്ന സമയത്ത് ഷാരി ചിരിക്കുകയാണ്. അപ്പം സേനൻ ചോദിക്കുന്നുണ്ട്, ഞങ്ങളെല്ലാം ഒന്നിച്ചതിൻ്റെ പേരിൽ നീയും നിൻ്റെ മോളും ഒക്കെ വലിയ പ്രതിഷേധത്തിലായിരുന്നല്ലോ, എന്നിട്ടിപ്പോൾ ട്രാക്ക് മാറ്റിയോ? അപ്പോൾ ഷാരി ഇങ്ങനെ രൂപയെ നോക്കിക്കൊണ്ട് സേനനോട് പറയാണ്, അയ്യോ എത്രയാന്ന് വെച്ചാൽ സാറേ ഞങ്ങൾക്ക് രൂപയെ മാറ്റി നിർത്താൻ പറ്റുന്നത്? നീ ഒറ്റയ്ക്കാണോ വന്നത്? നിൻ്റെ മോള് വന്നിട്ടില്ലേ? അത് പിന്നെ മോളെ മനുമോൻ വിടില്ല. അപ്പോൾ സേനൻ കളിയാക്കിക്കൊണ്ട് ചോദിക്കൂ, ഓ അവന് മോളെന്ന് വെച്ചാൽ ജീവനാ അല്ലേ? അതെ അതെ, ജീവൻ്റെ ജീവനാ. ഷാരിക്ക് തികച്ചില്ല പറയാൻ. അത് കേൾക്കുമ്പോൾ ശരിക്കും രൂപയ്ക്ക് ചിരി വരുന്നുണ്ടായിരുന്നു. അപ്പോൾ ഷാരി ഇതൊന്നും മനസ്സിലാക്കാതെ പറയാണ്, മോളില്ലാതെ മനുമോന് ഒരു നിമിഷം പോലും ജീവിക്കാൻ പറ്റില്ല. സേനനും ചിരി വരുന്നുണ്ടായിരുന്നു. അപ്പോൾ സേനൻ ചോദിക്കുന്നുണ്ട്, അല്ല അവൻ എന്തോ അമേരിക്കക്കോ മറ്റോ പോകുന്നെന്ന് കേട്ടല്ലോ? ആ പോവും സാറേ, പോവും. എന്ന് വെച്ചാൽ എൻ്റെ ഭർത്താവ് എന്ന് പറയുന്ന ഒരാളുണ്ടല്ലോ, അയാളുടെ കാര്യമൊക്കെ സാർ അറിഞ്ഞു കാണുമല്ലോ. ഇപ്പോൾ ഷോക്ക് കൊടുത്തിട്ടും വലിയ കാര്യമൊന്നുമില്ല. അതൊക്കെ കേൾക്കുമ്പോൾ സേനന് നല്ല ചിരി വരുന്നുണ്ടായിരുന്നു. അതുകൊണ്ട് മനുമോ മോളെയും കൂട്ടി ഉടനെ പോകുമെന്നാണ് പറഞ്ഞത്. അപ്പോൾ സേന ചോദിക്കുന്നുണ്ട്, അല്ല പോകുമ്പോഴേ കൂടെ പോവോ? ഷാരിക്ക് നേരെ വിരൽ ചൂണ്ടിക്കൊണ്ടാണ് ചോദിക്കുന്നത്. അങ്ങനെ തീരുമാനിച്ചിട്ടില്ല, പക്ഷേ അവർ വിളിക്കുകയാണെങ്കിൽ പോകണം. ഷാരി ചിരിച്ചുകൊണ്ട് പറയാണ്. അപ്പോൾ സേന ചോദിക്കുന്നുണ്ട്, അതെന്ത് പോക്കാ? നിൻ്റെ ഭർത്താവല്ലേ ഒന്നുമില്ലെങ്കിൽ അവൻ.
അയാളെ ഒറ്റക്കാക്കിയിട്ട് പോകുന്നത് ശരിയാണോ? അപ്പോൾ ശാരി സങ്കടത്തോടെ പറയാണ്, എൻ്റെ സാറേ, അയാളെ കൊണ്ട് ഞങ്ങൾ എല്ലാവരും അടുത്തിരിക്കുക. അങ്ങേരിപ്പോൾ എന്താ ചിന്തിക്കുന്നതെന്ന് അങ്ങേർക്ക് പോലും അറിയത്തില്ല. ചന്ദ്രസേനൻ്റെ മുഖത്ത് ശരിക്കൊരു പുഞ്ചിരി തന്നെ ഉണ്ടായിരുന്നു. അപ്പോൾ രൂപ കുറച്ച് ഹാർഷായിട്ടാണ് സംസാരിക്കുന്നത് ശാരിയുടെ അടുത്ത്. ഒരു കാര്യം പറഞ്ഞേക്കാം, എൻ്റെ ചന്ദ്രേട്ടനും മക്കളും മരുമോളും ഒക്കെ ഇടയ്ക്കിടയ്ക്ക് ഇവിടെ വന്നെന്നിരിക്കും. അതിൽ നീരസമൊന്നും ഉണ്ടായിട്ട് കാര്യമില്ല. അപ്പോൾ ശാരി ചന്ദ്രസേന നോക്കുന്ന സമയത്ത് ചന്ദ്രസേന കേട്ടില്ലേ പറഞ്ഞത് എന്നൊരു അർത്ഥത്തിൽ തലകൊണ്ട് കാണിക്കുകയാണ്. ഏട്ടത്തിയും ഏട്ടനും നിങ്ങളുടെ മോളും മരുമോനും ഒക്കെ ഇവിടുന്ന് പോയവരാ. അതുകൊണ്ട് നിങ്ങളൊക്കെ ഇനി ഇവിടെ വന്ന് താമസിക്കണമെന്ന് എനിക്ക് വലിയ താല്പര്യമൊന്നുമില്ല. അതുപോലെ തന്നെ ഒരുപാട് കാലം പിരിഞ്ഞിരുന്നവരാ ഞങ്ങൾ. അതുകൊണ്ട് ഇനി എൻ്റെ ഭർത്താവിനും മക്കൾക്കും മരുമോൾക്കും ഒക്കെ കൊടുക്കേണ്ട സ്നേഹം എനിക്ക് കൊടുത്തേ പറ്റൂ. അപ്പോൾ ശാരി ഇതൊക്കെ സങ്കടത്തോടെ കേട്ട് നിൽക്കുകയാണ്. അപ്പോഴേ രൂപ ഹാർഷായിട്ടാണ് പറയുന്നത്, അതുപോലെ തന്നെ കൊച്ചുമക്കളെ സ്നേഹിച്ചിട്ട് ആഗ്രഹം മാറാത്തൊരു അമ്മൂമ്മയാണ് ഞാൻ. അതുകൊണ്ട് അവരെ താലോലിക്കാനും സമയം കണ്ടെത്തണം. അയ്യോ, അതൊന്നും അതിന് വേണ്ടാന്ന് ഞാൻ പറഞ്ഞില്ലല്ലോ രൂപേ, ശാരി ചോദിക്കുന്നുണ്ട്. അല്ല, പഴയതുപോലെ എൻ്റെ അടുത്തുനിന്ന് സ്നേഹം കിട്ടും എന്ന് കരുതിയിട്ടാണ് വന്നതെങ്കിൽ അത് വേണ്ട എന്ന് പറഞ്ഞതാണ്. അപ്പോൾ ശാരി പുഞ്ചിരിച്ചുകൊണ്ട് പറയാണ്, എനിക്കെല്ലാം അറിയാം. ഞങ്ങൾ എന്തെങ്കിലും തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ രൂപയോടും സാറിനോടും ഞങ്ങൾ മാപ്പ് ചോദിക്കുക. അപ്പോൾ സേനൻ ചിരിച്ചുകൊണ്ട് പറയാണ്, മാപ്പൊന്നും ചോദിക്കണ്ട, നിൻ്റെയൊക്കെ മനസ്സൊന്ന് നന്നാക്കിയാൽ കൊള്ളാം. അപ്പോൾ ശാരി വീണ്ടും പറയുന്നുണ്ട്, എല്ലാം കണ്ടും കേട്ടും ഞങ്ങൾ മടുത്തു സാറേ, അതുകൊണ്ട് വിഷമൊന്നും ഉള്ളിൽ വെച്ച് പഴയതുപോലെ നടക്കത്തില്ല. അപ്പോൾ സേനൻ പറയാ, അങ്ങനെ വിഷം തുപ്പിയാലും അതൊക്കെ നിൻ്റെയൊക്കെ ദേഹത്തെ തെറിച്ച് വീഴത്തുള്ളൂ. അത് പല അനുഭവങ്ങൾ കൊണ്ടും മനസ്സിലായി കാണുമെന്നാണ് എൻ്റെ വിശ്വാസം. അപ്പോൾ ശാരി ചമ്മിയ പോലെ മുഖത്തോടെ നിൽക്കുകയാണ്. അതിനുശേഷം സേനൻ പോയി രൂപയുടെ തോളിലൂടെ കൈയിട്ടിട്ട്, പിന്നെ എന്തൊക്കെയുണ്ട് വിശേഷം, കുറച്ചു കാര്യങ്ങളെ ഞങ്ങൾക്ക് പറയാനുണ്ട്, വാ എന്ന് പറഞ്ഞുകൊണ്ട് രൂപയും കൂട്ടിക്കൊണ്ട് മുകളിലേക്ക് പോവാണ്. അവർ രണ്ടുപേരുടെ ആ പോക്ക് നോക്കി നിന്നിട്ട് ശാരി വിചാരിക്കുന്നുണ്ട്, ഈ സ്നേഹം ഒറിജിനൽ ആണോ ഡ്യൂപ്ലിക്കേറ്റ് ആണോ എന്ന് അറിഞ്ഞിട്ടേ ഞാൻ ഇവിടുന്ന് പോവത്തുള്ളൂ. മുറിയിലെത്തിയിട്ടും ചന്ദ്രസേനയും രൂപ ആകെ അസ്വസ്ഥരാണ്. മുറിയടച്ച് ചന്ദ്രസേനൻ്റെ അരികിലേക്ക് വന്നിരുന്നപ്പോൾ രൂപയോട് ചന്ദ്രസേനൻ പറയുന്നുണ്ട്, അവൾ വന്നത് എല്ലാവർക്കും ടെൻഷനായിരിക്കുക. ഭക്ഷണം കഴിക്കുമ്പോൾ പോലും സൂക്ഷിക്കണം രൂപേ. എല്ലാ സത്യങ്ങളും തിരിച്ചറിഞ്ഞിട്ട് എല്ലാവരെയും കൊല്ലാനാ വന്നതാണെന്ന് അറിയില്ലല്ലോ. അപ്പോൾ രൂപ സമാധാനിപ്പിക്കുന്നുണ്ട്, അതൊക്കെ എനിക്ക് അറിയാൻ ചന്ദ്രേട്ടാ, അതുകൊണ്ട് തന്നെ അവൾക്ക് അത്ര പെട്ടെന്നൊന്നും മക്കളെയോ നമ്മളെയോ ഒന്നും കൊല്ലാനും തൊടാനൊന്നും പറ്റത്തില്ല. അപ്പോൾ സേനൻ പറയുന്നുണ്ട്, എടോ, നമ്മളും മക്കളും തമ്മിൽ ഒരുമിച്ചൊന്ന് രാഹുൽ അറിഞ്ഞെങ്കിൽ അവനെ പിന്നെ അകത്താക്കുന്നതാണ് നല്ലത്. ഇന്നത്തെ സാഹചര്യത്തിൽ നമ്മുടെ പണവും സ്വാധീനവും വെച്ചിട്ട് അവന് നമ്മളെ ഒന്നും ചെയ്യാൻ പറ്റില്ലെന്ന് നമ്മൾ ചിന്തിക്കുമ്പോഴും അവനും അവൻ്റെ ഭാര്യയും മോളും ഒക്കെ ഉണ്ടല്ലോ, പിന്നീട് ഒരു മനുഷ്യ ബോംബാവുമെന്ന് പോലും നമുക്ക് പറയാൻ പറ്റില്ല. അവർ പൊട്ടിത്തെറിക്കുമ്പോൾ കൂടെ നമ്മളും പൊട്ടിത്തെറിക്കണമെന്ന് അവർ ചിന്തിച്ചാൽ പിന്നെ ഒരു കൂട്ടമരണം ഉറപ്പാ. അപ്പം രൂപ പറയുന്നുണ്ട്, അതിനെയാണ് ഞാനും ഭയക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഇതിനു മുമ്പ് ചന്ദ്രേട്ടനുമായിട്ട് ഒരുമിക്കാതിരുന്നതും. സേനനും അസ്വസ്ഥത ഉണ്ടായിരുന്നു, പക്ഷെ അയാൾ പറയുന്നുണ്ട്, നമ്മുടെ മക്കളും മരുമോളും ഒക്കെ നമ്മളെക്കാൾ ഇതിനെപ്പറ്റി കൂടുതലായി ചിന്തിക്കുന്ന കൂട്ടത്തിലാണ്. അതുകൊണ്ട് തന്നെ പെട്ടെന്ന് രാഹുലിനും കുടുംബത്തിനും നമുക്കെതിരെ ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. എങ്കിലും ഒരു സമയത്ത് നമ്മളെ വേർപിരിച്ച രാഹുലിൻ്റെ ബുദ്ധിയുണ്ടല്ലോ, അത് ഇന്നും എൻ്റെ മനസ്സിലുണ്ട്. അപ്പം രൂപ പറയുന്നുണ്ട്, അങ്ങനെ എല്ലാം നഷ്ടപ്പെടുത്തി കഴിഞ്ഞാൽ അവനെ അവൻ്റെ ഭാര്യയിൽ നിന്നും മകളിൽ നിന്നും അകറ്റാൻ ഒരു തുറുപ്പ് ചീട്ട് നമ്മുടെ കയ്യിലുണ്ട്, താര. അത് കേട്ടപ്പോൾ സേനനും പറയുന്നുണ്ട്, അതെ, താര. ഇപ്പോൾ ഇവിടെ സൂത്രത്തിൽ കടന്നു കൂടിയവള് ഏറ്റവും കൂടുതൽ തകരാൻ പോകുന്നത് താരയുടെ മുന്നിലാണ്. രൂപ പറയുന്നുണ്ട്, എന്തിനാ അവൾ വന്നേന്ന് ആദ്യം നമുക്കറിയണം, അത് കഴിഞ്ഞിട്ട് നമുക്കതിലേക്ക് കടക്കാം. എന്തായാലും അവൾ ഇവിടെ ഉള്ളതുകൊണ്ട് ഞാനും കിരണും കല്യാണിയും ഒക്കെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങോട്ട് വരികയും പോവുകയൊക്കെ ചെയ്യും. താനുണ്ടല്ലോ, അവളെ മാക്സിമം ഇൻസൾട്ട് ചെയ്തോ. അവൾ ഇവിടെ നിൽക്കുന്നത് നമുക്കൊട്ടും നല്ലതല്ല. ഇപ്പോഴും വലിയ മൈൻഡൊന്നും കൊടുക്കുന്നില്ല, എങ്കിലും നാണയില്ലല്ലോ. യാമിനിയോടും പറഞ്ഞിട്ടുണ്ട് വലിയ റെസ്പെക്റ്റ് ഒന്നും കൊടുക്കണ്ടെന്ന്. നമ്മൾ പറയുന്നതിനേക്കാളും നല്ലത് വീട്ടിലെ ജോലിക്കാർ പറയുന്നതല്ലേ. ആ സമയത്ത് അല്പമെങ്കിലും ഉളുപ്പ് ബാക്കിയുണ്ടെങ്കിൽ ഈ വീട് വിട്ട് പോവുമല്ലോ. സേനനും അത് അംഗീകരിക്കുകയാണ്, അത് ശരിയാ. മുകളിൽ രൂപയും സേനനും പോയതിനു ശേഷം ശാരി ഇങ്ങനെ ചിന്തിക്കുകയാണ്, എന്തായിരിക്കും അവർ സംസാരിക്കുന്നതും. അത് നോക്കിക്കൊണ്ടാണ് യാമിനി അങ്ങോട്ട് വരുന്നത്. എന്നിട്ട് പുച്ഛത്തോടെ പറയുന്നുണ്ട്, എന്താ ഈ ചിന്തിച്ചിരിക്കുന്നത്? അവരെ ഭാര്യയും ഭർത്താവും കൂടെ സ്നേഹിക്കുക. അപ്പോൾ ശാരി തിരിച്ച് അതേപോലെ തന്നെ പരിഹാസത്തോടെ പറയുന്നുണ്ട്, അവർ സ്നേഹിക്കേണ്ടെന്ന് ഞാൻ പറഞ്ഞോ? അയ്യടാ. അപ്പോൾ യാമിനി പറയുന്നുണ്ട്, അങ്ങനെ പറഞ്ഞില്ല, പിന്നെ നീ എന്തിനാ ഇവിടെ ഇങ്ങനെ കെട്ടിക്കയറി കിടക്കുന്നത്? നീയോ? ശാരി ചാടി എഴുന്നേക്കുകയാണ്. എന്താടി നീ എന്നെ വിളിച്ചേ? നിനക്കെന്നെ നീയോ ഇവളോ എന്നൊക്കെ വിളിക്കാമെങ്കിൽ എനിക്കെന്താ വിളിച്ചാൽ? എൻ്റെ അത്ര പരിഗണന പോലും നിനക്കിപ്പോൾ ഈ വീട്ടിലില്ല. പിന്നെ നീ കൂടുതൽ വർത്താനൊന്നും പറയണ്ട. അപ്പോൾ ശാരി ദേഷ്യത്തോടെ പറയുന്നുണ്ട്, നോക്കിക്കോടി, ഞാനിത് രൂപയോട് പറയും. അയ്യോ പറയോ? യാമിനി കളിയാക്കുകയാണ്.
പറഞ്ഞാലേ മേഡം എനിക്ക് കൈ തരും. അപ്പം ഷാരി വീണ്ടും പ്രതികാരത്തോടെ പറയാണ്, എങ്കിൽ നീ നോക്കിക്കോടി, ഞങ്ങളെല്ലാവരും ഇങ്ങോട്ട് വരും, ഇവിടെ താമസിക്കും. ആഹാ, എന്നാലേ ഞാനത് സേനൻ സാറിനോടും കിരൺ സാറിനോടും ഒക്കെ പറയും. യാമിനിയും തിരിച്ച് അതുപോലെ കുത്തുകയാണ്. അപ്പം ഷാരി ചിരിച്ചുകൊണ്ട് പറയാണ്, നിനക്കേ കാര്യങ്ങൾ പലതും പിടികിട്ടിയിട്ടില്ല, ഇവിടെ ഇനി പലതും സംഭവിക്കാനുണ്ട്. അപ്പം യാമിനി ചോദിക്കുന്നുണ്ട്, എന്ത് സംഭവിക്കാനുണ്ട് എന്ന്. നീയും നിന്റെ കെട്ടിയവനും ചിലപ്പോൾ ജയിലിൽ പോകും. ഷാരിയുടെ മുഖത്ത് നോക്കിയിട്ടാണ് യാമിനി പറയുന്നത്. ഷാരി ഇങ്ങനെ സ്റ്റക്കായിട്ട് കേട്ട് നിൽക്കുകയാണ്. അവിടെയാണ് ഇന്നത്തെ എപ്പിസോഡ് വൈൻഡപ്പ് ചെയ്യുന്നത്.